അസ്സലാമു അലൈക്കും. വെൽക്കം ടു shainus.com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേന കൊണ്ടൊരു അടിപൊളി പായസമാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇത് നമുക്കിത് ചേനയാണെന്ന് മനസ്സിലാകത്തില്ല കുടിക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കിലോ ചേന ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ ക്യൂബ്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേന നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി അത് ഞാനൊരു കുക്കറിലോട്ടിട്ട് ചേനയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചേന നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പായസത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഇത് ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി അത് ഉരുക്കിയെടുത്ത് നമുക്കത് അരിച്ചെടുക്കണം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായി വെന്ത് ഉടയുന്ന രൂപത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി അത് നമുക്ക് തണുത്തതിന് ശേഷം നന്നായി ചൂടാറി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പായസം റെഡിയാക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ അരച്ച് വെച്ച ചേനയും ഉരുക്കി അരിച്ച് വെച്ച ശർക്കരയും കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾ തേങ്ങാപ്പാലിലാണ് ഈ പായസം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് 2ാം പാൽ ഇപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഞാനിവിടെ മിൽമ പാലിലാണ് പായസം ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ നന്നായി കുറുകിയതിന് ശേഷം ഒരു പാക്കറ്റ് പാല് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുന്നവർ ഈ സമയത്ത് അതിൻ്റെ 1ാം പാല് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പായസത്തിന് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. അതിനുവേണ്ടി പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം നമ്മൾ തേങ്ങാക്കൊത്താണ് വറുത്തെടുക്കുന്നത്. ഇതൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് വറുത്തെടുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പായസം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.